ആളുകളുടെ താല്പര്യം നോക്കിയിട്ടല്ല അർഹതപ്പെട്ടവനും അത്യാവശ്യക്കാരനും ആവശ്യക്കാരനുമായ മക്കളുണ്ടെങ്കിൽ ആ മക്കളിലേക്ക് നിങ്ങളത് ഏൽപ്പിച്ചു കൊടുക്കണമെന്നും ഇസ്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്തി തന്നു. അള്ളാന്റെ ഹബീബ് താക്കീദിന്റെ സ്വരത്തിൽ കൽപ്പിച്ചു. ഇന്ന് ചിലപ്പം മൂത്ത ജേഷ്ഠന് സാമ്പത്തികമായി നല്ല സ്ഥിതി ഉണ്ടാകും, അതുകൊണ്ട് തന്നെ വാപ്പാന്റെ മുതൽ അവിടെ നിൽക്കട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചേക്കാം. പക്ഷെ ബാക്കിയുള്ള മക്കൾക്ക് അതിന് അത്യാവശ്യക്കാരാണെങ്കിൽ മൂത്ത കാരണവരുടെ ഒപ്പുണ്ടെങ്കിലേ നടക്കൂ എന്നത് രീതിയാണെങ്കിൽ ആ ഒപ്പിന് വേണ്ടി അനിയന്മാരെ വഞ്ചിച്ചും സമയം മാറ്റിവെച്ചും കണ്ണിൽപ്പെടാതെ നടക്കുന്ന ജ്യേഷ്ഠനാണെങ്കിൽ അക്രമമാണത്. ഇതെന്റെ വാക്കല്ല, വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാ. ഒരുപക്ഷെ ആ സമ്പത്ത് വീതം വെക്കുന്നതോടുകൂടി നിങ്ങൾക്കുള്ളത് അല്പമാണെങ്കിൽ പോലും അവന് കിട്ടുന്നത് കൊണ്ട് അവൻ രക്ഷപ്പെടുമെങ്കിൽ, അവൻ അത്യാവശ്യക്കാരനാണെങ്കിൽ അവനത് വിട്ടേച്ചു കൊടുക്കണം, തങ്ങൾക്കത് കൊടുത്തേക്കണം. ആ നിലക്കാണ് ഇസ്ലാം ആ വിഷയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് കൊടുക്കാതെ ആരെങ്കിലും പിടിച്ചു വെക്കുന്നുണ്ട് എങ്കിൽ പിന്നീട് കാലങ്ങളോളം കഴിഞ്ഞു, വീതം വെക്കേണ്ട ജ്യേഷ്ഠൻ മരണപ്പെട്ടു, ജ്യേഷ്ഠന്റെ മക്കളോട് ഇരക്കേണ്ടി വന്നു, ജ്യേഷ്ഠന്റെ മക്കളിൽ പലരും പല നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമായി. നാലഞ്ചാളുകളുടെ ഒപ്പിന് വേണ്ടി ഇന്നും അവനാൻ അനുവദിക്കപ്പെട്ട ഒരു വാപ്പാന്റെ അർഹതപ്പെട്ട ഒരു ഉമ്മാന്റെ അർഹതപ്പെട്ട സ്വത്തിന് വേണ്ടി നമ്മളുടെ ഒപ്പക്കുറവ് കൊണ്ട് പിന്നെ നമ്മളെ മരണം കൊണ്ട് നമ്മളെ മക്കളെ മുൻപിൽ വന്ന് ആ മക്കളിൽ 10 പേരുടെ കാല് പിടിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവന്റെ ഖബർ ജീവിതം പോലും അത്ര റാഹത്താവില്ലെന്ന് ലോകത്തിന്റെ പ്രവാചകൻ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു.